ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ 12ാമത്തെ രാജ്യമായ ഞാൻ പോകുന്ന 12ാമത്തെ രാജ്യമായ പോർച്ചുഗലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോർച്ചുഗലിലെ ലിസ്ബൺ, പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഷിപ്പിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇന്ന് ലിസ്ബണിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ രാജ്യമാണ്. അപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമുക്കറിയാം, ഫുട്ബോളിലെ ഒരു ഇതിഹാസമാണ്. ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ഫുട്ബോളിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ 12ാമത്തെ രാജ്യം. എന്തായാലും വളരെ സന്തോഷം. ലിസ്ബൺ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഷിപ്പിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ലിസ്ബണിൻ്റെ ഒരു മനോഹരമായ ഒരു ഫ്രെയിം നമുക്ക് തൊട്ടുമ്പോൾ കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ, അടിപൊളി. എവിടുത്തെ കെട്ടിടങ്ങളുടെ ഭംഗിയായാലും അത് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കളറിങ്, നമ്മുടെ വൈറ്റും ഈ കാവി കളറും കൂടെ ഉള്ള ആ ഒരു കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം എല്ലാ കെട്ടിടങ്ങളും ഇതേ സെയിം കളർ പാറ്റേണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൂരെ നിന്ന് നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ലിസ്ബൺ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം പുതിയൊരു അനുഭവമായിരിക്കും. സത്യത്തിൽ എനിക്ക് ഇവിടെ ഫസ്റ്റ് അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏറ്റവും എൻ്റെ കണ്ണി കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കേരളമൊക്കെ ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്നപ്പം അവരുപയോഗിച്ചിരുന്ന വണ്ടികളുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് വീഡിയോ കാണാം. ഇപ്പം പിന്നെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് നമ്മുടെ ഈ തായ്ലൻഡ്, ഈ തായ്വാൻ ആ ഭാഗത്തുള്ള ഓട്ടോറിക്ഷകൾ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ഓട്ടോറിക്ഷകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ കാണാൻ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവർ ചെറിയൊരു മോഡൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഫുൾ ഒരു ചേഞ്ചാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. അത് നമ്മുടെ ഈ ടൂറിസത്തിന് ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ സാധാരണക്കാരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടെയാണത്. ഇത് ലേഡീസും ഈ ഓട്ടിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിച്ചു. എന്തായാലും വളരെ രസമായിട്ട് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്കവിടെ ഇലക്ട്രിക് സൈക്കിളുണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് വാടകയൊക്കെ എടുക്കാം. 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈക്ലിങ്ങിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ട്. സൈക്ലിങ്ങിൻ്റെ ട്രാക്കാണ് ഞാൻ ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ആ ട്രാക്ക് എന്ന് പറഞ്ഞാൽ സൈക്ലിങ്ങിൻ്റെ ട്രാക്കാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ യൂറോപ്യൻ കൺട്രി എല്ലാം കാണുന്നത് പോലെ തന്നെ, പക്ഷേ ഇവിടെ ഒരു ലിസ്ബൺ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ നല്ല വൃത്തിയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ മരങ്ങളായാലും സംഭവം കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാ ഒരു ഡിസൈനിങ്ങിലും ആ റോഡും ആൾക്ക് നടക്കേണ്ട രീതി, നടപ്പാതകളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെടികളും എല്ലാം അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ലിസ്ബൺ കുറേ കൂടെ അടിപൊളിയായിരിക്കും തോന്നുന്നത്. നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ നമ്മളുടെ ഷിപ്പ് സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ലിസ്ബണിൽ നമുക്ക് ക്രൂ ഓൺ ബോർഡ് ഷിപ്പിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം പെട്ടെന്ന് കവർ ചെയ്തിട്ട് വരിക. ഞാൻ ഈ പറഞ്ഞ വണ്ടിയാണ് നേരത്തെ പറഞ്ഞത്. ഈ പണ്ട് ബ്രിട്ടീഷുകാരും ഈ രാജാക്കന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ. ഇഷ്ടം പോലെ നമുക്ക് ഈ വീഡിയോസിലൂടെ കാണാം. പോകാൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ലഭിക്കും. പെട്ടെന്ന് കയറി കാണാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് പറയാൻ, എല്ലാവരും ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ കാഴ്ചയിലേക്ക് പോവാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ. ഈ ഒരു നദി, ഇതിപ്പം നമ്മുടെ ടാഗസ് നദിയാണ്. ടാഗസ് നദിയും നമ്മുടെ കടലും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് കാണാം. ഇവിടെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ടാഗസ് റിവർ ബ്രിഡ്ജ്.
വളരെ ഫേമസാണ്. നമ്മുടെ ഷിപ്പൊക്കെ അതിൻ്റെ അടി കൂടെയാണ് പാസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു നമുക്ക് കാണാം ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് തന്നെ. അത് അക്കരയിലാണ്, നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ചെറുതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഷിപ്പ് അതിലെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുമ്പം നമുക്കത് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ ഈ ഒരു ടാഗസ് റിവർ നദിയുടെ അരുവെ ചേർന്ന് തന്നെ ഇഷ്ടംപോലെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റുകളാണ്. ഒരു രക്ഷയില്ല, കാരണം ഓപ്പൺ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ വെയിലും മഴയും എപ്പോഴും ഉണ്ട്. പക്ഷേ എവിടെയെന്ന് പറഞ്ഞാൽ ആ ഒരു സീസണാണ്. അപ്പോൾ ഇവർക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും ഇവിടുത്തെ കാലാവസ്ഥകൾ. വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാലാവസ്ഥ അവർ മാറി വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ വൃത്തി ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല വൃത്തിയാണ്. അതുകൊണ്ട് ഇവിടെ ബെഞ്ചും ഡെസ്കും നമുക്ക് എവിടെ വേണം എടുത്തിടാം. അവിടെ നമുക്ക് ഒരു കുട കൊണ്ട് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു കടയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്രയ്ക്കും നല്ല നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയും കച്ചവടമാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഒരു വെയിൽ കായാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഇവിടെ കിടക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ യൂറോപ്യൻസ് എപ്പോഴും അവർക്ക് വെയിൽ കൊള്ളണം. അപ്പോൾ അതിനുവേണ്ടി സൺക്രീമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇങ്ങനെ കയറി കിടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ കളർ തന്നെ അങ്ങ് മാറിപ്പോവും. ആ രീതിയിലുള്ള ചൂടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ വെയിലാണെങ്കിലും തണുപ്പാണ്. നമ്മൾ ഓടിയെപ്പോലും അധികം വേർക്കില്ല. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇഷ്ടംപോലെ നമുക്കിവിടെ വെയിലത്ത് ഉണങ്ങാനിരിക്കുന്നത് നമുക്ക് കാണാം, ഇഷ്ടംപോലെ. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ അടിപൊളി. പിന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷകളുണ്ടല്ലോ, ഇവിടെ ഓട്ടോറിക്ഷകളും ബസ്സുകളും എല്ലാം. ഇവിടുത്തെ വാഹനങ്ങളെല്ലാം പഴയ ഒരു ട്രഡീഷണലായിട്ടുള്ള കുറേ വാഹനങ്ങൾ നമുക്കിവിടെ ലിസ്ബണിൽ കാണാൻ സാധിക്കും. എല്ലാം മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എനിക്കത്. നമ്മുടെ ലിസ്ബണെക്കുറിച്ച് അറിയാം. ലിസ്ബൺ എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമാണ്. പിന്നെ പോർച്ചുഗലുള്ളതിൽ തന്നെ ഏറ്റവും വലിയൊരു നഗരമാണ് നമ്മുടെ ലിസ്ബൺ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രാജാക്കന്മാരെ കാലഘട്ടമുള്ള ഒരു വണ്ടി. ഇതൊക്കെ ഇവിടെ ടൂറിസത്തിനാണ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി ലിസ്ബണിൽ വന്നിട്ട്. കാരണം മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് എനിക്ക് ഇതുപോലൊരു കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല. അവരിപ്പോൾ ഒരു ആധുനിക കാലത്തുള്ള ഒരു വാഹനങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനങ്ങളും പണ്ടത്തെ വണ്ടികൾ മോഡലാണെങ്കിലും ഇതൊക്കെ ഇലക്ട്രിക്കലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിവിടെ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവാണ്. ആൾക്കാരെ നമ്മളെന്തു പറയാം, പെട്ടെന്ന് ആൾക്കാരെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇവിടുത്തെ വാഹനങ്ങൾ. അതിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ റോഡിലൂടെ പോകാം. നമുക്ക് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 2002 കണക്കനുസരിച്ച് ലിസ്ബണിൽ ഏകദേശം 5,48,703 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇഷ്ടംപോലെ കുടിയേറ്റങ്ങൾ നടക്കുന്നൊരു സംഭവമാണ്. എൻ്റെ ഒരു അറിവിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ എളുപ്പം സിറ്റിസൺ കിട്ടുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മലയാളീസ് തന്നെ നമ്മുടെ മാൾട്ട, പോർച്ചുഗൽ ഇങ്ങനത്തെ രാജ്യങ്ങളാണ് കൂടുതൽ പെട്ടെന്ന് സിറ്റിസൺ കിട്ടുന്ന ഒരു രാജ്യമായിട്ട് ഇവർ കണക്കാക്കുന്നതും കുടിയേറുന്നതും കൂടുതൽ മാൾട്ട, പോർച്ചുഗലിലോട്ടാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കറിയാവുന്ന 2-3 ഫ്രണ്ട്സൊക്കെ ഇവിടെ പോർച്ചുഗലിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടൂറിസം അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ ലിസ്ബൺ ഏകദേശം 100.05 കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഇവിടെ ലിസ്ബൺ. യൂറോപ്പിലെ തന്നെ ഏറ്റവും പടിഞ്ഞാറൻ തലസ്ഥാന നഗരമാണ് ലിസ്ബൺ എന്ന് പറയുന്നത്. കൂടാതെ അറ്റ്ലാന്റിക് തീരത്തുള്ള ഏക സംസ്ഥാനം കൂടിയാണ് ലിസ്ബൺ. ടാഗസ് നദിയുടെ വടക്കൻ തീരത്താണ് ലിസ്ബൺ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടാഗസ് നദിയും കടലും കൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ടൂറിസം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഞാനിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ബോട്ടിങ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിങ്ങാണ്. ഇത് അത്യാവശ്യം നമുക്ക് ഈ കടലിൻ്റെ കരയിൽ തന്നെ ഈ പോർച്ചുഗലിൻ്റെ ഈ ഒരു നദിയുടെ തീരത്ത് ഇഷ്ടംപോലെ ഫേമസ് ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങളും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി അത് നമ്മൾ റോഡ് മാർഗം പോയി കാണാൻ സാധിക്കില്ല. ഇതുപോലെ ബോട്ടിൽ തന്നെ പോയി കാണണം. അപ്പം ഇവിടുത്തെ ഈ ടൂറിസം അത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഇവിടുത്തെ ഈ വരുന്ന ആൾക്കാരെ മാക്സിമം ഇതിലോട്ട് ബോട്ടിലോട്ട് കയറ്റി മാക്സിമം ഈ ടൂറിസത്തിന് ഇവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ക്യൂ എല്ലാം
ആ ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. ടിക്കറ്റ് എടുത്ത് ആ സ്ഥലങ്ങൾക്ക് ഒരു 1-2 മണിക്കൂർ പോലത്തെ യാത്രയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഓട്ടോറിക്ഷകൾ വളരെ ഫേമസ് ആണ്. സംഭവം നമ്മുടെ നാട്ടിലെ പോലെ മേൽക്കൂരയൊന്നുമില്ല. മേൽക്കൂര ഉണ്ടെങ്കിലും കുറേ കാട്ടു ചെടികളും അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് ചെടികൾ കൊണ്ടും പിന്നെ ഒരു പ്ലെയിൻ ഷീറ്റും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചിലതിൽ മേൽക്കൂരയില്ല, വെറും കമ്പികൾ മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെ അറിയാമല്ലോ, നമ്മുടെ ചൂടാണെങ്കിലും വെയിലാണെങ്കിലും ചൂടില്ല, തണുപ്പാണ്. അതുകൊണ്ട് അവർക്ക് എന്തും ആവാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ വിവരം അറിയും. അപ്പം അങ്ങനെ കുറേ വിഷയമുണ്ട്. ഇവിടുത്തെ ഈ നദീയുടെ തീരത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഈ ദേശാടന പക്ഷികളും മാടപ്രാവുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിനൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഈ ഇഷ്ടംപോലെ ആൾക്കാർ കൂടി വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പലരും ജീവിക്കാൻ വേണ്ടി സ്വയം മ്യൂസിക് ഉപകരണങ്ങൾ വായിച്ചും അങ്ങനെയൊക്കെ കളക്ഷൻ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ID അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പേപ്പറിൽ. അപ്പം അത് നോക്കി നമുക്ക് പുള്ളിക്കാരനെ ഫോളോ ചെയ്യാം, പുള്ളിക്കാരൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യേണ്ട കുറേ സംഭവങ്ങൾ ഇവർ മാക്സിമം ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. പിന്നെ ഈ ടാഗസ് നദിയുടെ തീരം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനവും ഒരു അന്തരീക്ഷമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേശാടന പക്ഷികളും മാടപ്രാവുകളും നമുക്ക് ഇഷ്ടംപോലെ കാണാം. അത് കുറേ ഇഷ്ടംപോലെ സഞ്ചാരികൾ വന്ന് ഈ കടലയും കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ ഇതിന് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പക്ഷികൾ ഇങ്ങ് പറന്ന് ഈ ഒരു സൈഡിൽ തന്നെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അതെന്തായാലും വളരെ വലിയൊരു സംഭവമായിരുന്നു. എന്തായാലും കാണാനും അടിപൊളി. പിന്നെ ഈ കടൽ കാക്ക, അത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഇഷ്ടംപോലെ നല്ല സൈസായിട്ട് തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് കുറേ ഒരു വീഡിയോ പകർത്തി ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഇഷ്ടംപോലെ ആൾക്കാരവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഞാനും അതെല്ലാം ഇങ്ങനെ വീഡിയോ കൂടെ പകർത്തിയെടുത്ത് ആ ഒരു സ്ഥലത്തിന് മൊത്തം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജ് നമുക്ക് കാണാം. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു വലിയൊരു ശില്പം നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് കണ്ട ദൂരെ, എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. ആ ബ്രിഡ്ജാണ് നമ്മൾ ദൂരെ കാണുന്നത്, വലിയൊരു ബ്രിഡ്ജാണ്. അത് ഈ ടാഗസ് റിവറിൻ്റെ സെൻട്രലിൽ കൂടെയാണ് പോയിരിക്കുന്നത്. വെച്ചാൽ ഈ തീരവും മറുതീരവും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്, അത്രയും നല്ല വീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ അക്കരയിലാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബ്രസീലിലെ ലോകാത്ഭുതമായ ആ ഒരു ജീസസ് ക്രൈസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിധത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1996 ഈ ടാഗസ് റിവർ ബ്രിഡ്ജിൻ്റെ ആദ്യമായിട്ടൊരു പേരിടുന്നത്. സലാസർ പാലം എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ ആൻ്റോണിയോ ഒലിവോ സലാർ എന്ന് പേരിട്ടത്. അദ്ദേഹം തന്നെ ആ ഒരു സമയത്ത് 1996 ഇതിൻ്റെ നിർമ്മാണം, ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉത്തരവിട്ടു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം 1974 കാർണോഷ്യൽ വിപ്ലവത്തിന് ശേഷം സലാസറിൻ്റെ എസ്താനോ നോവോ ഭരണകൂടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ആ വിപ്ലവത്തിൻ്റെ തീയതിയായ ഏപ്രിൽ 25 പാലത്തിന് പുതിയൊരു പേര് നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ പാലത്തിന് ടാഗസ് റിവർ എന്നറിയപ്പെട്ടത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് ഇത് വിളിച്ചു തുടങ്ങിയത്. അപ്പം ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ നിസ്സാരമായിട്ടുള്ളൊരു ബ്രിഡ്ജല്ല. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ വണ്ടികൾക്ക് പോകാനും, ഇതിൻ്റെ 2 നിലയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൂടെ വണ്ടി പോകാനും താഴ്ഭാഗത്തൂടെ 2 ഇരുനില എന്ന് വെച്ചാൽ 2 പാതയിൽ കൂടെയാണ്, 2 പാതകളുള്ള ട്രെയിനുകളാണ് ഓടുന്നത്. എന്ന് വെച്ചാൽ 2 പാതയിൽ കൂടെയും ട്രെയിനുകൾ ഓടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും വളരെ അത്ഭുതമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ കാണുന്ന സ്റ്റാച്ചു എന്ന് പറയുന്നത് പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്ന ആൻ്റോണിയോ ഒലിവേര സലാറിൻ്റെ ഒരു സ്റ്റാച്ചുവാണ്. അദ്ദേഹം കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റാച്ചുവാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അന്നത്തെ കാലത്തിൽ ഉള്ള ഒരു പ്രമുഖരെയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാർ, സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കവാടമുണ്ട്, അതിലേക്ക് നമുക്കിനി പോകാം. അങ്ങോട്ടാണ് നമ്മളിനി അടുത്തുള്ള യാത്ര എന്ന് പറയുന്നത്.
എന്തായാലും ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൈതാനം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. 3 സൈഡും ഇഷ്ടം പോലെ നല്ല വലിയ കെട്ടിടങ്ങളും അതിൻ്റെ സെൻട്രലായിട്ട് ഒരു കവാടം. ഈ കവാടം കയറി നമ്മൾ അകത്തേക്ക് പോകുന്നത് മറ്റൊരു അത്ഭുത ലോകത്തിലേക്കാണ്. അപ്പോൾ ഈ കവാടമാണ് നമ്മളെ ഒരു സ്വാഗതം ചെയ്ത് അകത്തേക്ക് വിളിക്കുന്നത്. എല്ലാ സഞ്ചാരികളെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്മാരക കമാനമാണ്. ഒരു കല്ല് സ്മാരക കമാനം പോലെയുള്ള ചരിത്രപരമായ കെട്ടിടവും പോർച്ചുഗലിലെ ലിസ്ബണിൽ സന്ദർശകരുടെ ഒരു ആകർഷണ സംഭവം തന്നെയാണ്. 1755 ഭൂകമ്പത്തിന് ശേഷം നഗരത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഒരു കമാനം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കമാനത്തിന് 6 നിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 11 മീറ്റർ ഉയരമുണ്ട്. കൂടാതെ ചരിത്ര വ്യക്തികളുടെ പ്രതിമകൾ നമുക്കിവിടെ ഈ ഒരു കമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കമാനമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്മാരക കമാനം അതായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കമാനം വഴി നേരെ കയറിപ്പോകുന്നത് മറ്റൊരു അത്ഭുത ലോകത്തിലേക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സഞ്ചാരികൾ വീഡിയോസും ഫോട്ടോസും നമുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കലാകാരന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ കമാനത്തിൽ നിന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ കിട്ടാൻ വേണ്ടി അത് ചെയ്ത് ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്ത് നമുക്ക് തരും. 5 യൂറോ 3 യൂറോ ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു മെമ്മറീസായിട്ട് കീപ്പ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചെറുകിട കച്ചവടക്കാർ അവരെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കമാനം നമ്മൾ കയറി നേരെ പോകുന്നത് മറ്റൊരു അത്ഭുത ലോകത്തിലേക്കാണ്. ഇനിയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റുകളെയും അല്ലെങ്കിൽ ചെറുകിട വൻകിട വ്യവസായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ബിസിനസ്സുപരമായിട്ടുള്ള ഒരു സംഭവങ്ങൾ, കടകളും ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ കലാകാരന്മാരെ നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഈ സഞ്ചാരികളെയൊക്കെ നമുക്ക് ആകർഷിക്കാൻ വേണ്ടി അവരാകർഷിച്ച് അവരിൽ നിന്നുള്ള പൈസകൾ വാങ്ങിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു കഴിവിനെ പുറത്തെടുക്കുന്നുണ്ട്. പഴയ ഒരു ഹാർമോണിയം പോലെ സെറ്റപ്പ് അവർ വായിച്ച് ആ ഒരു ഫാമിലിയെ കയ്യിലെടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ബാഗ് തുറന്ന് പൈസയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്കിവിടെ സ്ട്രീറ്റിൽ കാണാൻ പറ്റും. കാരണം അവർ ഈ ഒരു അവർക്കറിയുന്നുള്ളൊരു ഉപജീവനം ഇതാണ്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ലിസ്ബണിൽ വന്നാണ് ഒരു യൂറോപ്പിൽ ലിസ്ബണിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭിക്ഷാടനക്കാരെ ഞാൻ കണ്ടത്. കാരണം മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ പോയപ്പം കണ്ടിട്ടുണ്ടെങ്കിലും വളരെ കുറവാണ്. ഇവിടെ ഇഷ്ടംപോലെ ഭിക്ഷാടനക്കാരെ നമ്മൾ കണ്ടു. പിന്നെ ഇതാണ് ഒരു കമാനത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയാം. അതിൽ വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് സമയമൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആ ഒരു വാഹനങ്ങൾ പ്രത്യേകം നമുക്ക് അറിയാം. പോർച്ചുഗലിലെ ഇവിടെ വാഹനങ്ങളൊക്കെ ഭയങ്കര കൗതുകമാണ്. പിന്നെ ഈ എവിടെയൊന്നും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി പ്രത്യേക റോഡ് പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്ന ഈ ഒരു കമാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അത് 5 യൂറോയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ബാഗും തൊപ്പിയും സ്കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അത് ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈറ്റിൽ വർക്ക് നടക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഒരു പണിസാധനം പോലും റോഡ് വീഴാതെ അത്രയും കംഫർട്ടായിട്ട് ഒരു സേഫ്റ്റി ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത് പണികളൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വളരെ കുറവാണ്. ഫ്ലാറ്റുകൾ പണി ചെയ്യുമ്പോഴും അവർ കുറച്ച് സേഫ്റ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ കുറവാണ്. ഇവിടെ ഒരു നല്ല കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇലക്ട്രിക് സ്ട്രീറ്റ് ട്രാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഈ ലിസ്ബണിൽ വന്നപ്പോഴാണ് ഇത്രയും ഒരു ഭംഗിയായിട്ടുള്ള ഇലക്ട്രിക് ട്രാം നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റാച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ സംഭവങ്ങൾ ഇവിടെ ഈ ഒരു ലിസ്ബണിൽ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കമാനം എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ആ ഒരു പണ്ടത്തെ വണ്ടികളും ഇവിടുത്തെ ആ ഇലക്ട്രിക് ട്രാം എല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. എല്ലാത്തിൻ്റെയും മിനിയേച്ചർ, പിന്നെ ഇവിടുത്തെ ആ ഒരു കാഴ്ചയുള്ള ഫോട്ടോകൾ, മാഗ്നറ്റുകൾ എല്ലാം. ഞാൻ സത്യത്തിൽ ഇത്രയും കൺട്രി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കളക്ഷനുള്ള മാഗ്നറ്റ് ആയാലും അവിടുത്തെ ചിത്രങ്ങളായാലും ഒന്നും തന്നെ നമുക്ക് വേറെ രീതിയിൽ കാണാൻ സാധിക്കില്ല. അത്രയ്ക്കും വളരെ കളക്ഷനായിട്ട് നമുക്ക് നമ്മളെ കണ്ണിങ്ങനെ ജ്വലിക്കുന്ന തരത്തിൽ ഉള്ള നമ്മളെ കയ്യിലിരിക്കുന്ന പൈസകളെല്ലാം സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത്രയ്ക്കും നല്ല കളക്ഷനാണ്. പിന്നെ ഇവിടെ
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സികൾ നമുക്കവിടെ വാങ്ങാൻ പറ്റും. എല്ലാം നല്ല വിലയാണ്. 100 യൂറോ 200 യൂറോ ഒക്കെയാണ്. ഒരു വയസ്സായ കൊച്ചിൻ്റെയൊക്കെ 100 യൂറോ ഒക്കെ കൊടുത്താൽ വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ മറ്റൊരു കടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മെഴുകു പ്രതിമ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരു അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന സെയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാവരും തന്നെ ഈ കടയിൽ കയറി പുള്ളിക്കാരനോട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ നമ്മൾ പോകും. കാരണം അത്രയ്ക്ക് ഒറിജിനാലിറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബാലൻഡിയോർ പുരസ്കാരം നമ്മൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അവിടെ കാണാൻ സാധിക്കും. അപ്പം കറക്റ്റ് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല റേറ്റാണ്. എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ കയറി വാങ്ങുന്നവരും ഉണ്ട്. എന്തായാലും ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ലിസ്ബൺ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ രാജ്യം തന്നെയാണ്. കാരണം എനിക്കൊരു റോമിനെ പോലെയൊക്കെ ഓർമ്മ വന്നു. കാരണം റോം നമ്മൾ ഒരിക്കലും കണ്ടാൽ തീരാത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ലിസ്ബനും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ലിസ്ബണിൽ വരുമ്പോൾ എപ്പോഴും ഇറങ്ങാൻ നോക്കും. ഞാൻ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ തെരുവ് പട്ടികളൊക്കെ വലിച്ചെറിയുന്നൊരു സംഭവമുണ്ട്. എവിടെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെരുവ് പട്ടികളെ വിൽക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എല്ലാം വേറെ ലെവല് എന്ന് പറഞ്ഞാൽ കാരണം ഇതുപോലെയൊന്നും നമ്മളെ നാട്ടിൽ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ഇതുപോലെ റെസ്റ്റോറൻറ്റൊക്കെ നമ്മളെ നാട്ടിൽ തുടങ്ങണം. പക്ഷേ നമ്മളവിടുത്തെ കൾച്ചറും ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ആൾക്കാർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളവിടെ അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്യാം. ഒരു റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു റിസോർട്ടിൻ്റെ ഒരു കടലിൻ്റെ തീരത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ എല്ലാം ബിയറാണ്, ബിയറിൻ്റെ കളിയാണ്. ഏത് റോഡ് സൈഡ് നോക്കിയാലും ഒരു പള്ളിയുടെ ഫ്രണ്ടി നോക്കിയാലും ബിയറിൻ്റെ കളിയാണ്. നമ്മുടെ നാട്ടിൽ ചായ പോലും ഇത്രയും കുടിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല. ബിയർ ഇല്ലാതെ ഇവിടെ വേറെ സംഭവം ഇല്ല. എല്ലാം വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂറോപ്പിലൊക്കെ സെറ്റിലാവുന്നവർക്ക് ഒരു ബിസിനസ്സൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്കൊരു കടയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ ബിസിനസ്സിന് വേണ്ടി തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു തെരുവോരങ്ങളെന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ വേറെ ലെവൽ സ്ഥലങ്ങളാണ്. ഇന്ത്യക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്ന് ഈ കാണുന്നതെല്ലാം ഇന്ത്യക്കാരുടെ ഷോപ്പുകളാണ്. ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് അതൊക്കെ എടുത്തു പറയേണ്ട സംഭവമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ കാണാത്ത സംഭവങ്ങൾ വരെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിളി പോവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടവർ പോലത്തെ ഒരു കെട്ടിടമാണ്. ഇതെനിക്ക് ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ലിഫ്റ്റ് കയറി വേണം നമ്മൾ മുകളിൽ പോവുക. ഒരു കറക്റ്റ് ഒരു ടവറിൻ്റെ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. എന്തായാലും വളരെ ഫേമസ് ആണ് ഇവിടെ പോർച്ചുഗലിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചിരുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലും മനോഹരമായ വീഡിയോസ് വേണ്ടി നമുക്ക് ഇനി അടുത്ത് കാണാം. എന്തായാലും ലിസ്ബൺ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ലിസ്ബണിലെ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലും മനോഹരമായിട്ട് വീഡിയോസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോസിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.